ലൂസിഫർ എന്ന പടത്തിന് ശേഷം എമ്പുരാൻ എടുക്കുന്നു, അതിൽ എനിക്കൊരു റോളുണ്ട് എന്നറിഞ്ഞപ്പോൾ തന്നെ എനിക്കത് ചെയ്യാതിരിക്കാൻ പറ്റില്ല. കാര്യം ലൂസിഫറിൽ തന്നെ ഈ പൃഥ്വിരാജ് എന്ന് പറയുന്ന സംവിധായ പ്രതിഭയെക്കുറിച്ച് ഞാൻ മനസ്സിലാക്കിയിരുന്നു. ഇത് തന്നെ നമ്മളെ ആ കഥാപാത്രമാക്കി കഴിഞ്ഞിരിക്കും. പിന്നെ ഡയലോഗ് പറയുക, ഡയലോഗ്സ് പറയുക, അഭിനയിക്കുക. അപ്പോൾ ഇതിനിടയ്ക്ക് രാജു ചില സട്ടിൽ കാര്യങ്ങൾ പറഞ്ഞു തരും, നമ്മൾ മനസ്സിലാക്കും, അത് ചെയ്യുകയും ചെയ്യും. അങ്ങനെ ഈ ഫാദർ നെടുമ്പള്ളി എന്ന കഥാപാത്രത്തിന് ഞാൻ അഭിനയിച്ചു. പക്ഷേ അതിലെ ഡബ്ബിങ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ, ഡബ്ബിങ്ങിന് പോയപ്പം എനിക്ക് വലിയ തൃപ്തി തോന്നുകയും ചെയ്തു. കാര്യം ആ കഥാപാത്രമായിട്ട് എന്നെ കാസ്റ്റ് ചെയ്തതിന് രാജുവിനോടൊരു ഒരു താങ്ക്സ് പോലും പറയണമെന്ന് തോന്നി. കാര്യം അത്ര മിടുക്കനായ ഒരു കാസ്റ്റിംഗ് ഡയറക്ടറാണ്. അഭിനയത്തെക്കുറിച്ച് വളരെ 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 ഡീപ്പായിട്ട് അറിയാവുന്ന ആളാണ്. ഒരു ആർട്ടിസ്റ്റ് എങ്ങനെയാണ് അയാളുടെ ബിഹേവിയർ, ഇതൊക്കെ ഒരു സൈഡ്. പിന്നെ സിനിമയുടെ ഒരു 100ഓളം സൈഡുകൾ കിടക്കുന്നില്ലേ? ക്യാമറ ആംഗിൾ, ക്യാമറ മൂവ്മെൻറ്റ്സ്, ലൈറ്റിങ്, ആർട്ട് ഡയറക്ഷൻ, മേക്കപ്പ്. അപ്പം എല്ലാം പഠിച്ച് സിനിമ പ്രേക്ഷകർക്ക് വേണ്ടി ഉള്ളത് ആണ് എന്ന് വിശ്വസിക്കുന്ന ഒരു ഡയറക്ടറാണ്. പൃഥ്വിരാജ് എന്ന സംവിധായക പ്രതിഭയുടെ 3ാമത്തെ സിനിമയാണ് എമ്പുരാൻ. ഒരുപാട് നാളത്തെ വർഷങ്ങളുടെ കഷ്ടപ്പാടും അർപ്പണവും എല്ലാം കൊണ്ട് പൂർത്തീകരിച്ച സിനിമയാണ്. അത് മാർച്ച് 27 റിലീസ് ചെയ്യുകയാണ്. തിയേറ്ററിൽ കാണേണ്ട സിനിമയാണ്. എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി ഈ സിനിമ കാണണമെന്നാണ് അഭ്യർത്ഥിക്കുന്നത്. പ്ലീസ്.